ഹലോ! ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കോഡ് സെറ്റാണ് ട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ആവുന്ന ഒരു മെറ്റീരിയലാണ്. ഈ ഒരു കോഡ് സെറ്റ് വന്നിട്ട് ഒരു 13, 12 വയസ്സുള്ള ആ ഒരു കുട്ടികൾക്കൊക്കെ ഇടുന്ന കോഡ് സെറ്റാണ് ട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആ ഒരു കോഡ് സെറ്റിൻ്റെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഒരു ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ലെങ്ത് ആണോ വേണ്ടത് അത്രത്തോളം തന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് അവിടെ ബട്ടൺ വെച്ചിട്ട് ഉള്ളിലേക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ലൈൻ വരച്ചു കൊടുത്ത ശേഷം നമുക്ക് ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ ലെങ്ത് വന്നിട്ട് ഇവിടെ 30 ഇഞ്ചാണ്. 30 ഇഞ്ചിൻ്റെ കൂടെ മുകളിൽ നമ്മൾ ആ ഒരു ഷോൾഡർ ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും അതുപോലെ താഴെ ഭാഗം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് 31 ഇഞ്ചാണ് ഫുൾ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം നമ്മുടെ മുകൾ ഭാഗത്ത് നിന്ന് ഇതുപോലെ എന്ത് ചെയ്യുക, അര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു മാർക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ ഷോൾഡർ ആ ഒരു അവിടെ അടിക്കാൻ വേണ്ടിയിട്ട് വെക്കലില്ല അര ഇഞ്ച്. ആ ഒരു മാർക്കിംഗ് ആണ് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടം വരെ ഇതുപോലെ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൽ നമുക്ക് തയ്യൽ തുമ്പ് കുറച്ചിട്ട് 2.5 ഇഞ്ചാണ് കേട്ടോ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലെങ്ത് വന്നിട്ട് 3.5 ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരച്ചു കൊടുത്തിട്ട് നമുക്ക് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രഞ്ച് കർവ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വെച്ചിട്ട് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നെക്ക് ഇതുപോലെ ഷേപ്പാക്കി വരക്കുന്ന സമയത്ത് ഓവറായിട്ട് കുഴിച്ച് വരച്ചു കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ കോളർ നെക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ വ്യക്തമല്ലാന്ന് അറിയാം. കാരണം വെച്ചാൽ ഞാനിവിടെ എടുത്ത ചോക്ക് കളർ തീരെ കാണുന്നില്ലല്ലേ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ വന്നിട്ട് 14 ഇഞ്ചാണ്. 14 ഇഞ്ചിന് നേരെ പകുതി വന്നിട്ട് 7 ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5.5 ഇഞ്ചാണ് ആം ഹോളിൻ്റെ ലെങ്ത് വന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആം ഹോളിൻ്റെ ലെങ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് നമുക്ക് 30 ഇഞ്ചാണ്. അപ്പോൾ 30 ഇഞ്ചിൻ്റെ നേരെ പകുതിയല്ല, 30 ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം വന്നിട്ട് 7 ഇഞ്ചാണ് കേട്ടോ കിട്ടല്. 7 ഇഞ്ചിൻ്റെ നമുക്ക് കുറച്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ കോഡ് സെറ്റിൽ അധികവും ടൈറ്റ് ആയിട്ട് കാണില്ലല്ലോ, ലൂസ് ആയിട്ടല്ലേ കിടക്കല്. അപ്പോൾ ആ ഒരു 7 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.5 ഇഞ്ചാണ് കേട്ടോ കിട്ടല്. അപ്പോൾ ആ ഒരു 9.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ചും കൂടി തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് ഞാനിവിടെ 10 ഇഞ്ചാണ് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന സമയത്ത് ചെസ്റ്റ് അളവ് കുറച്ച് ലൂസാക്കിയിട്ട് എടുത്തില്ലെങ്കിൽ ഈ ഒരു 2 ഇഞ്ച് ലൂസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ കണക്കായിട്ടാണ് കേട്ടോ ചെസ്റ്റ് അളവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, ഞാനിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിവിടെ ആ ഒരു ഇതുപോലെ ഒന്ന് കേർവ് ചെയ്തിട്ട് ഒന്ന് ആം ഹോൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേസ്റ്റ് റൗണ്ട് വന്നിട്ട് 26 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 26 ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം കണ്ടിട്ട് 2 ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം 26ൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൊടുക്കുന്ന സമയത്ത് 8.5 ഇഞ്ചാണ് കേട്ടോ. 8.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് 9.5 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബോട്ടം ഭാഗത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആംഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ 10.5 ഇഞ്ചിലെടുത്ത്, അപ്പോൾ ആ ഒരു 10.5 ഇഞ്ചിൻ്റെ കൂടെ 3 അല്ലെങ്കിൽ 4 ഇഞ്ച് കൂട്ടിയിട്ട്, അപ്പോൾ ഞാനിവിടെ 14 ഇഞ്ചാണ് ആ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്ന സംഭവങ്ങളൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് ക്യാമറ എത്തിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ആ ഒരു തായ് ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ലാസ്റ്റ് അടിഭാഗത്തായിട്ട് ഞാനിവിടെ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാർക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ ഇല്ലേ, ആ ഒരു ലൈൻ മുതലാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അത് ഞാൻ പ്രത്യേകം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വരച്ചെടുത്ത ആ ഒരു ലാസ്റ്റ് എൻഡിങ്ങിലായിട്ട് ഇതുപോലെ 2 ഇഞ്ച് ഒന്ന് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെരിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും കേട്ടോ അവിടെ ആ ഒരു തായ്ഭാഗം കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു സെൻറ്ററിൽ ആ ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഒരു ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ഡ്രസ്സിന്റെ കോട്ട് സെറ്റിന്റെ ബാക്ക് ഭാഗം വന്നിട്ട് നമ്മുടെ ബോയ്സിന്റെ ഷർട്ട് ഇല്ലേ, ആ ഒരു ഷർട്ടിന്റെ ബാക്ക് ഭാഗം പോലെയാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു യോക്ക് പാർട്ട് നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് അരയിഞ്ച് മുകളിൽ തയ്യൽ തുമ്പും അരയിഞ്ച് ആ ഒരു നമ്മുടെ ആ ഒരു താഴെ ഭാഗത്ത് കൂടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പം അതിനുള്ള അരയിഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് നമ്മളിവിടെ 8 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് യോക്ക് പാർട്ടിന്റെ ലെങ്ത് വന്നിട്ട് നമ്മൾ 7 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലും താഴെയായിട്ട് അരയിഞ്ചായിട്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാനിവിടെ എന്തിനാണ് എടുത്തത്. ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലപ്പം വ്യക്തമാവണം എന്നില്ല. അപ്പം ഇതുപോലെയാണ് ഞാനിവിടെ ഒന്ന് 8 ഇഞ്ചായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു കട്ട് ചെയ്തെടുത്ത ആ ഒരു ഫ്രണ്ട് പീസ് ഇല്ലേ, ആ ഒരു ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മുടെ ആ ഒരു 2 ഇഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലേ, ആ ഒരു മാർക്ക് ചെയ്തത് ഇതുപോലെ പുറത്തേക്ക് ആവുന്ന രീതിയിൽ വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മുകളിൽ ആ ഒരു ലൈൻ വരച്ചില്ലേ, ആ ഒരു ലൈനിൽ കണക്കായിട്ട് വേണം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സൈഡ് ഭാഗവും അതുപോലെ ആം ഹോളും ഷോൾഡറും മാത്രമേ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ബാക്കിലായിട്ട് നമ്മൾ കോളറിൻ്റെ നെക്ക് ആവുമ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ മാർക്കിങ് വേണ്ടി. അപ്പം ആ ഒരു നെക്കിൻ്റെ ആ ഒരു പോയിന്റ് മാത്രം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡറും ആം ഹോളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേട്ടാ. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസ് ഇതുപോലെ മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഒന്നാമത് ഞാനെടുത്ത ചോക്കിന് തീരെ ആ ഒരു കളറില്ലാത്ത പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ 1 ഇഞ്ച് താഴേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് വന്നിട്ട് 1 ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമ്മുടെ ആ ഒരു ഫ്രഞ്ച് കേവ് വെച്ചിട്ട് ചോക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്യലല്ല, ചോക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് കിട്ടല്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ്, അതായത് സോറി, അടിഭാഗം കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് 3 ഇഞ്ചാണ് ഇവിടെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ. 3 ഇഞ്ച് മാർക്ക് ചെയ്യാൻ കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു സെന്റർ ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ ഞൊറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ വെച്ചിട്ട് 3 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യുക, അര ഇഞ്ചായിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു യോക്ക് പാർട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു തുണീൻ്റെ മുകളിലായിട്ട് അര ഇഞ്ച് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. അത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കയറ്റി വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ കയറ്റി വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ആ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക് ആം ഹോളിൻ്റെ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ബാക്കി ഭാഗങ്ങളും കൂടി അടയാളപ്പെടുത്തേട്ടാ. അപ്പോൾ ഇവിടെ ലൈറ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് കേട്ടിട്ടൊന്ന് മനസ്സിലാക്കട്ടെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ബാക്ക് ഹാം ഹോളിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് ഹാം ഹോൾ വെക്കുക. ഹാം ഹോൾ വെച്ച ശേഷം എന്ത് ചെയ്യുക, ബാക്കി പാർട്ടും കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേട്ടാ.
അങ്ങനെ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത ശേഷമുള്ള ബാക്ക് സൈഡ് ബാക്ക് പാർട്ടിൻ്റെ ഇതിങ്ങനെ വന്നിട്ട് ഉണ്ടാവല്. അപ്പം നമ്മൾ ആ ഒരു സംഭവം ഇതാ ഇതുപോലെ ഞൊറിയായിട്ട് നമ്മുടെ ആ ഒരു സെൻറ്ററിലായിട്ട് പോകും കേട്ടോ, നമ്മുടെ ആ ഒരു 3 ഇഞ്ച് എടുത്ത സംഭവം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും ഇവിടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യട്ടാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഞാനിവിടെ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴേക്കായിട്ട് എന്നിട്ട് ഞാനിവിടെ ഒന്ന് മടക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ഏത് പീസായാലും നമുക്ക് ഒന്നുകിൽ ബാക്ക് ഹാം ഹോൾ എടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട് ഹാം ഹോൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഏത് ഹാം ഹോൾ ആയാലും കുഴപ്പമില്ല. ആ ഒരു ഹാം ഹോൾ എടുത്തിട്ട് ഇതുപോലൊന്ന് മെഷർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആം ഹോൾ എടുക്കുന്ന സമയത്ത് മെഷർ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം മെഷർ ചെയ്തത് ആ ഒരു നെക്കിൻ്റെ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാതെ ആം ഹോൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ആം ഹോളിൽ ആ ഒരു മുകളിലത്തെ അരയിഞ്ച് ഭാഗം അവിടെ ഒഴിച്ച് വിട്ടിട്ട് ബാക്കി ഇതുപോലെ നമ്മുടെ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അളന്നെടുക്കാം. അപ്പോൾ അങ്ങനെ അളക്കുന്ന സമയത്ത് എനിക്കിവിടെ 8 ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ആ ഒരു മുകൾ ഭാഗത്ത് നിന്ന് താഴേക്കായിട്ട് ഇതുപോലെ 8 ഇഞ്ച് ഇവിടെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 8 ഇഞ്ചിൽ നിന്ന് കുറയാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഓവറായിട്ട് കൂടേണ്ട ആവശ്യമില്ല. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തോൾക്കുഴി നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് സ്ലീവിൻ്റെ ആ ഒരു കുഴിയൊക്കെ ലെവലില്ലാതെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ, ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു കുഴിയൊന്ന് നമ്മൾ ലെവൽ ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വലിയവരൊക്കെ ആണെങ്കിൽ ഒരു 3.5 4 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മുകൾ ഭാഗത്തു നിന്നായിട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് നടുവിലെത്തുന്ന സമയത്ത് ഇതുപോലൊന്ന് കേർവ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലൊന്ന് കേർവ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. പൊതുവേ സ്ലീവ് നമ്മൾ ആ ഒരു പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ടാണ് ചെയ്യല്. അത് ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടേട്ടാ. അപ്പോൾ ഇതുപോലൊന്ന് കേർവ് ആയിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കട്ടെ. സ്ലീവിൻ്റെ ലെങ്ത് വന്നിട്ട് 13 ഇഞ്ചാണ്. 13 ഇഞ്ചിൽ നമുക്ക് ആ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ട് ബാൻഡ് അറ്റാച്ച് ചെയ്യാനുണ്ട് 1 ഇഞ്ചിൻ്റെ. അപ്പം ഞാനിവിടെ 12 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും, അതുപോലെ നമ്മൾ സ്ലീവ് നമ്മുടെ ആ ഒരു ഡ്രസ്സിലായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് 13 ഇഞ്ച് തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് എത്രയാണോ നമ്മുടെ ആ ഒരു ഞാനിവിടെ 3/4 സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു അളവെടുക്കുക. അളവെടുക്കുന്ന സമയത്ത് ഞാനിവിടെ എടുത്തതരം എനിക്ക് 9 ഇഞ്ചാണ് കേട്ടോ കിട്ടിയത്. എനിക്കല്ല, ആ ഒരു കുട്ടിക്ക് 9 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പം 9 ഇഞ്ചിൻ്റെ നേരെ പകുതി വന്നിട്ട് 4.5 ഇഞ്ചാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ആ ഒരു 4.5 ഇഞ്ചിൻ്റെ കൂട്ടി ഞാനിവിടെ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെ നമുക്ക് ഇഷ്ടം പോലെ എന്താണ് കൂടുതൽ എടുക്കുക. കാരണം ആ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ട്, അതായത് പട്ട വെക്കുന്ന നടുഭാഗത്തായിട്ട് ഞാൻ ചെറിയ ഞൊറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4.5 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചോളാണ് 7 ഇഞ്ചോളമാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്ററിലായിട്ട് ചെറിയ ഞൊറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതായത് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് അധികം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ സ്ലീവ് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലാസ്റ്റ് ആയിട്ട് വെക്കാനുള്ള ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ബാൻഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാൻഡ് പീസിൻ്റെ നീളം വന്നിട്ട് 3 ഇഞ്ചും വീതി വന്നിട്ട് 11 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ നമ്മുടെ കോഡ് സെറ്റിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ്റും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാൻറ്റ് വന്നിട്ട് പലാസോ പാൻറ്റാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുപോലെ ഞാനിവിടെ നമ്മുടെ തുണിയുടെ 4ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് 2ആയി ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കിട്ടൂലേ. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആ ഒരു അറ്റം, അതായത് മുകൾ വശം ലെവലില്ലാത്തത് കൊണ്ട് ഇതുപോലെ ഒരു ആദ്യം ലൈൻ വരച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ആദ്യം ലൈൻ വരച്ചിട്ട് അതിൻ്റെ താഴെയായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ കൂടി ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉള്ളിലേക്കായിട്ട് നമുക്ക് അലാസ്റ്റിക് വെച്ചിട്ട് മടക്കിയടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഇതുപോലെ വരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ആ ഒരു 2 ഇഞ്ച് ലൈൻ വരച്ചിട്ട് ആ ഒരു ലൈനിന്നാണ് നമ്മൾ ഇതുപോലെ ഫുൾ ലെങ്ത് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് താഴേക്ക്. അപ്പോൾ ഫുൾ ലെങ്ത് വന്നിട്ട് 35 ഇഞ്ചാണ്. 35 ഇഞ്ചിൻ്റെ കൂടെ നമ്മുടെ താഴേക്ക് മടക്കിയടിക്കാൻ വേണ്ടിയിട്ടുള്ള 1 ഇഞ്ചും കൂടി ചേർത്തിട്ട് 36 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം നമ്മൾ തയ്യൽ തുമ്പോ കാര്യങ്ങളോ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി 2 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് ലൈൻ വരച്ചു കൊടുത്തില്ലേ.
അപ്പോൾ നമ്മൾ താഴേക്കുള്ള ആ ഒരു തയ്യൽ തുമ്പ് മാത്രം ഒന്ന് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ താഴെ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ആ ഒരു ഹിപ്പ് റൗണ്ട് ഒന്ന് മെഷർ ചെയ്തെടുക്കുക. അപ്പം ഹിപ്പ് റൗണ്ട് വന്നിട്ട് 28 ഇഞ്ചാണ്. അപ്പോൾ 28 ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം വന്നിട്ട് 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു 7 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ഒരു 4 ഇഞ്ചോ 3 ഇഞ്ചോ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഇഞ്ചോളം ഇതുപോലെ ഒന്ന് കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സീറ്റ് ലെങ്ത് ആണ് വേണ്ടത്. സീറ്റ് ലെങ്ത് അഥവാ ക്രോച്ച് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് അത് നമ്മൾ ഹിപ്പ് റൗണ്ട് ഇല്ലേ, ഹിപ്പ് റൗണ്ടിൻ്റെ മൂന്നിലൊരു ഭാഗം കാണാം. അതായത് 28നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 9.5 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു 9.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്കത് 10 ഇഞ്ചായിട്ട് കണക്ക് കൂട്ടാം. അല്ലെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ആക്കിയിട്ട് 11 ഇഞ്ച് അല്ലെങ്കിൽ 10.5 ഇഞ്ചായിട്ട് നമുക്ക് കണക്ക് കൂട്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 10.5 ഇഞ്ചായിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടേക്കായിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ലൈൻ വരച്ച ഭാഗത്തായിട്ട് നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അവിടെ ക്രോച്ച് ഏരിയൻ്റെ ഭാഗത്ത് ലൂസൊക്കെ വേണമെങ്കിൽ ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് വരെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കേർവ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗം ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അടിഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിഭാഗത്തായിട്ട് ഞാനിവിടെ 11 ഇഞ്ചാണ് എന്നിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, തയ്യൽ തുമ്പും അടക്കം. അതായത് എത്രത്തോളം നമുക്ക് അടിഭാഗത്ത് ലൂസ് വേണം അത്രത്തോളം ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ക്രോച്ച് ഏരിയൻ്റെ ആ ഒരു മാർക്കിങ് വരെ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ആ ഒരു മുകളിലത്തെ ലൈൻ മുതൽ നമ്മുടെ ക്രോച്ച് ഏരിയൻ്റെ ഭാഗത്ത് ഇതിൽ പോയി നമ്മൾ താഴേക്ക് ആ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ പാൻറ്റിന് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ കട്ടിങ് പരിപാടി കഴിഞ്ഞിട്ടാ. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും ബാക്കി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബൈ ബൈ.